പിന്നീട് ഞാനൊരു 10 വർഷം കഴിയുമ്പോൾ വീണ്ടും ഡൽഹി കഴിഞ്ഞപ്പോൾ ഡൽഹിയിലെ പല റെസ്റ്റോറൻറ്റുകളിലും ഷോപ്പുകളിലും പ്രത്യേകിച്ച് ഈ മാർക്കറ്റിലുള്ള ചില സ്ഥലങ്ങളിലും വലിയ ഗ്രോസറി സൂപ്പർ മാർക്കറ്റെല്ലാം ക്രിസ്തുമസ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങി. കാരണം ദീപാവലി അങ്ങോട്ട് കഴിയുമ്പോഴാണ് ക്രിസ്തുമസിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. സ്റ്റാറുകൾ വിൽക്കാൻ തുടങ്ങി, ഇലുമിനേഷൻ ലൈറ്റുകൾ വിൽക്കാൻ തുടങ്ങി, ആൾക്കാർ മെറി ക്രിസ്മസ് എന്ന് പറയാൻ തുടങ്ങി. ഇവർക്കൊന്നും എനിക്കറിയത്തില്ല ഇതിൻ്റെ ഡെപ്ത് എന്തോന്ന് അറിയാവുന്ന. പക്ഷെ പണ്ട് മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പല മലയാളികളും ഇവിടുന്ന് ഡൽഹി വന്നിട്ട് മക്കളൊക്കെ അമേരിക്കയിൽ പോയവരുണ്ട്. പല ആൾക്കാരും കേരളത്തിലോട്ട് പോയവരുണ്ട്. മറ്റു പല ആൾക്കാരും പഴയ ആൾക്കാരും മാറിയിട്ട് പുതിയ ജനറേഷനാണ്. പഴയ പോലെ മലയാളികൾ ഇപ്പോൾ ഡൽഹിയിലോട്ട് വരുന്നില്ല. യാഥാർത്ഥ്യമാണ്. പണ്ട് ഇഷ്ടം പോലെ 2 ട്രെയിനിൻ്റെ അകത്ത് കേരള എക്സ്പ്രസ് ഉണ്ടായിരുന്നു, മംഗള എക്സ്പ്രസ് ഉണ്ടായിരുന്നു. ഏകദേശം കണക്കെന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തെടുത്ത കണക്കനുസരിച്ച് ഏകദേശം 600ഓളം പുതിയ ആൾക്കാരാണ് പുതിയ ജോലി അന്വേഷിച്ച് ഡൽഹി വരുന്നത്. ആ സംഭവങ്ങളൊക്കെ നിന്നു. കാരണം ബാംഗ്ലൂർ ഭയങ്കരമായിട്ട് ഡെവലപ്പായി, ചെന്നൈ ഡെവലപ്പായി, അവിടെയൊക്കെ ജോബ് പൊട്ടൻഷ്യൽ വളരെയധികം കൂടി. ഇനി ഡൽഹിയിലുള്ളവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി, അതേപോലെ ജോബിനുള്ള സാധ്യത. ബീഹാറിൽ നിന്നുള്ളവർ വളരെയധികം ഡൽഹിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു, UP-യിലുള്ളവർ ഡൽഹിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ചെന്നൈയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുള്ളവരുടെ വരവ് വല്ലാതെ കുറഞ്ഞു. കാരണം തമിഴ്നാട് വല്ലാതെ അങ്ങ് ഡെവലപ്പ് ചെയ്യുന്നു. ഞാൻ പറയുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് 2025 നിങ്ങൾ ഇന്ന് ഡൽഹിയുടെ നുക്ക് ആൻഡ് കോർണർ ഏത് മാർക്കറ്റ് പ്ലേസ് എടുത്താലും ഇവിടെ ഒക്കെ ക്രിസ്മസ് സ്റ്റാർ, ഇലുമിനേഷൻ, ക്രിസ്മസ് ട്രീ, സാന്താക്ലോസിനൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അതൊരു ബിസിനസ് മാർക്കറ്റ് ശൈലിയായിട്ട് വരും. കാരണം ക്രിസ്തുമസ്, ന്യൂ ഇയർ ഡിസ്കൗണ്ട് സെയിൽസ്, ഓൺലൈൻ സെയിൽസ് എല്ലായിടത്തും മനസ്സിലാക്കുക. അന്നൊരു സമയത്ത് ഞാൻ വന്ന സമയത്തും വീണ്ടും പല സമയങ്ങളിലും കേക്കുകൾ കിട്ടത്തില്ലായിരുന്നു. കാരണം ഇത് എഗ് കേക്കും അത് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് എല്ലായിടത്തും ക്രിസ്മസ് കേക്കുണ്ട്, എഗ്ഗുണ്ട്, നോൺ എഗ് കേക്കുണ്ട്, പ്ലം കേക്കുണ്ട്, അങ്ങനെയുള്ള റിച്ച് കേക്കുണ്ട്. ഇവിടെ പല ആൾക്കാരും വീടുകളിലുണ്ടാക്കി അത് വിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനായി മാറി. അതായത് ഒരു കാര്യം ഞാൻ പറയാം, ഡൽഹിയുടെ ഏറ്റവും വലിയ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ദീപാവലിയാണ്. കാരണം ഡൽഹിയിലെ എല്ലാ സെലിബ്രേഷനും ഞാൻ കൊണ്ടാടുന്ന ഒരാളാണ്. അപ്പം ദീപാവലി കഴിഞ്ഞാൽ ഏറ്റവും വലിയ സെലിബ്രേഷൻ ഡൽഹിയിലെ ക്രിസ്മസ് ആണ്.